2025 ഇന്ത്യൻ മാർക്കറ്റിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് ബൈക്കുകൾ നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്ലോപ്പ് ബൈക്സിൻ്റെ ലിസ്റ്റും കൂടിയാണ്. ഫ്ലോപ്പ് എന്നൊരു ബൈക്കിന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ ആ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഫീച്ചേഴ്സ് ഇല്ലായ്മയോ അതൊന്നുമല്ല, സെയിൽസിൽ ഫ്ലോപ്പായിട്ടുള്ള ബൈക്കാണ്. അതുകൊണ്ടാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് 2025 ഇത്രയും ബൈക്കുകൾ നിർത്തിയിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റത്തെ മോഡൽ ബജാജിൻ്റെ പൾസർ F250 ആണ്. ബജാജിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള രണ്ട് 250 മോഡലായിരുന്നു F250 N250. ഇതൊക്കെ വന്ന് 220 ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് അവർ ഇറക്കിയൊരു മോഡലും കൂടിയാണ്. ശരിക്കും ബജാജിൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു 220 നിർത്തിയിട്ട് ഒരു 250യിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് ആ ഒരു സെയിൽസോടെ മുമ്പോട്ട് പോകണമെന്ന് ബജാജ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അത് അടപടലം ഫ്ലോപ്പായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. ബജാജിൻ്റെ ഒരു ലെജൻഡറി മോട്ടോർ സൈക്കിൾ ഒന്നാണ് പൾസർ 220F. ആ ഒരു ബൈക്ക് നിർത്തിയതിന് ശേഷം ഒരുപാട് എൻക്വയറീസ് ഒക്കെ വരാൻ തുടങ്ങി. അവർ ഇറക്കിയ മോഡലാണെങ്കിൽ ഈ രണ്ട് മോഡൽ F250 N250ക്കും സെയിൽസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഡിസൈനും ഒരുപാട് ആൾക്കാർക്ക് അത്ര പിടിച്ചിട്ടില്ല എന്ന് വേണ്ടിക്ക് പറയാം. പക്ഷേ വണ്ടിയുടെ പോസിറ്റീവ് വശത്തേക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ 250cc ഒരു 2 lakhൽ വാങ്ങാൻ പറ്റിയ നല്ലൊരു ബൈക്കും കൂടിയായിരുന്നു F250. അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ ഔട്ട്പുട്ടും നല്ലൊരു വില കുറഞ്ഞിട്ടുള്ള 250cc ബൈക്കായിരുന്നു. F250ക്കാണ് സെയിൽസ് വളരെ കുറവ്. ഇതിൻ്റെ N250ക്ക് പിന്നെയും സെയിൽസ് ഉണ്ട്. രണ്ടാമത്തെ ബ്രാൻഡ് KTM ആണ്. KTMൻ്റെ രണ്ട് മോഡലാണ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. KTMൻ്റെ RC125 ആൻഡ് ഡ്യൂക്ക് 125 ആണ് നിർത്തലാക്കിയിട്ടുള്ളത്. KTMൻ്റെ സൈഡിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റിലുള്ള എൻട്രി ലെവലായിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് RC125ഉം ഡ്യൂക്ക് 125ഉം. വണ്ടീൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125cc നല്ലൊരു പവർഫുൾ ബൈക്കാണ്. UST ഫോർക്ക് ഉണ്ട്, നല്ലൊരു എഞ്ചിൻ ഔട്ട്പുട്ടുള്ള മോഡലാണ്, ലിക്വിഡ് കൂൾ എഞ്ചിനൊക്കെയുള്ള മോഡലാണ്. പക്ഷേ വണ്ടിക്ക് ഭയങ്കര പ്രൈസിങ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ വണ്ടി വാങ്ങാൻ പഠിച്ചു. വണ്ടി ആരും അങ്ങനെ വാങ്ങുന്നില്ല. ബാക്കിയുള്ള കമ്പ്യൂട്ടർ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബൈക്കിന് ഭയങ്കര മെയിൻ്റെനൻസ് ആണ്, മൈലേജ് കുറവാണ്. അപ്പോൾ ഇതൊക്കെ പ്രശ്നം കൊണ്ട് തന്നെ വണ്ടി ആരും അങ്ങനെ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് RC125ഉം ഡ്യൂക്ക് 125ഉം നിർത്തലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു റീപ്ലേസ് മോഡൽ RC160ഉം ഡ്യൂക്ക് 160 ഉടനെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടത് ജസ്റ്റ് നിങ്ങൾ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നാലാമത്തെ ബൈക്ക് ഹീറോൻ്റെ ആണ്. ഹീറോൻ്റെ കരിസ്മ XMR 210 ആണ്. അതിൻ്റെ ബേസ് വേരിയൻ്റ് ആണ്. കരിസ്മ മൊത്തമായിട്ട് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബേസ് മോഡൽ മാത്രമേ ഇപ്പോൾ നിർത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഒരു ടോപ്പ് വേരിയൻ്റ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. UST ഫോർക്കൊക്കെ വരുന്ന മോഡൽ അതിപ്പോൾ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. XMR 210ൻ്റെ കാര്യം ജെനുവിനായിട്ട് പറയലാണെങ്കിൽ വണ്ടിക്ക് തീരെ സെയിലില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ടോപ്പ് വേരിയൻ്റ് വരെ ചിലപ്പോൾ നിർത്തിയേക്കാം. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് XMRൻ്റെ കാര്യം. അപ്പം മുമ്പത്തെ ആ ഒരു ലെജൻഡറി ബൈക്കിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു ബാഡ്ജിങ് നെയിമൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുവന്നെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ സക്സസ് ആയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ള മെയിൻ റീസൺ വണ്ടീൻ്റെ ലുക്കിലാണ് ഒരുപാട് ആൾക്കാർക്ക് നെഗറ്റീവ് വന്നിട്ടുള്ളത്. അപ്പോൾ ലുക്ക് കുറച്ചും കൂടി അവർ ബെറ്റർ ആക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി കുറച്ചും കൂടി സെയിൽ കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫ്രണ്ടിലെ ഒരു പോർഷനാണ്. ഫ്രണ്ടിലെ പോർഷൻ ഭയങ്കരമായിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ കൊളാക്കിയ ഒരു ഡിസൈനാണ് ഫ്രണ്ടിലെ പോർഷനൊക്കെ. മാത്രമല്ല പുതിയൊരു 210 എഞ്ചിൻ അവർ പെട്ടെന്ന് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഒരുപാട് ആൾക്കാരിലേക്ക് നെഗറ്റീവ് ഇമേജ് സൃഷ്ടിച്ചിട്ടുണ്ട്. ബാക്കി ഓവറോൾ വണ്ടി ഓക്കെയാണ്. ആ ഒരു പ്രൈസിന് കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വണ്ടിക്കുണ്ട്. എന്തായാലും കരിസ്മൻ്റെ ടോപ്പ് വേർഷൻ അവർ നിലനിർത്തി കൊണ്ടുപോകുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. നാലാമത്തെ മോഡൽ ബജാജിൻ്റെ ആണ്. ബജാജിൻ്റെ പൾസർ N150 ആണ്. ഈ അടുത്ത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ള മോഡലാണ് ബജാജിൻ്റെ N150. ബജാജിൻ്റെ കാര്യം പറയലാണെങ്കിൽ ബജാജിൻ്റെ ബൈക്കിൽ ഇപ്പോൾ കൺഫ്യൂഷനാണ്. ഒരു ബൈക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. പല ബൈക്കാണ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബജാജ് ഇറക്കിയിട്ടുള്ള മോഡൽ ഞാൻ പറയാം. പൾസർ 150, പൾസർ 150NA, പൾസർ 160, NS 160, P150 അങ്ങനെ ഒരു ലോഡ് ബൈക്ക് അവർ കൊണ്ടുവന്നതാണ്. അത് കുറച്ച് നാൾ മാർക്കറ്റിലുണ്ടാവും, അതേപോലെ ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ബജാജിൻ്റെ കാര്യം. P150ൻ്റെ കാര്യം ഓൾറെഡി പൾസർ 160N എന്നൊരു മോഡലുണ്ട് ഈ ഒരു സെയിം ഡിസൈനിൽ. അതുകൊണ്ട് തന്നെ ഈ ബൈക്ക് അധികം ആൾക്കാരൊന്നും എടുക്കാറില്ല. മാത്രമല്ല നമ്മൾ പൾസർ 150 മുമ്പേ ഉള്ള മോഡലുണ്ട്. അപ്പം അതാണ് കൂടുതൽ ആൾക്കാർ എടുക്കുന്നത്. ഈ ബൈക്കും അങ്ങനെ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് വണ്ടി നിർത്തലാക്കിയിട്ടുള്ളത്. അഞ്ചാമത്തെ ബൈക്ക് ഹീറോൻ്റെ മാവറിക് 440 ആണ്. അപ്പോൾ ഹീറോൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് മോട്ടോർ സൈക്കിളാണ് മാവറിക് 440. ഹാർലി ഡേവിഡ്സൺ എഞ്ചിനാണ് വണ്ടിക്ക് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ വണ്ടി അധിക കാലമൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നിട്ടില്ല. വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1 വീക്കേ ആയിട്ടുള്ളൂ. ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞ ബൈക്കിൽ തന്നെ ഏറ്റവും നല്ലൊരു മോഡലായിരുന്നു മാവറിക്ക്. ഈ ഒരു ബൈക്കിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ വന്നിട്ടുള്ളത് ഡിസൈനാണ്. പലർക്കും ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 3 മാസത്തെ സെയിൽസ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് 0 സെയിൽസാണ്. വണ്ടി ഇറങ്ങിയ സമയത്ത് കുറച്ച് ആൾക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് സെയിൽസ് ഭയങ്കര ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ വണ്ടീൻ്റെ ബുക്കിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ഷനും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹീറോൻ്റെ ബൈക്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഹീറോന് പ്രീമിയം സെഗ്മെൻറ്റിൽ നല്ല നല്ല ബൈക്കുകൾ കുറവാണ്. ഇപ്പോൾ ഏറ്റവും നല്ലൊരു ബൈക്ക് പറയാനുള്ളത് നമുക്ക് എക്സ്പൾസ് ആണ്. പിന്നെ എക്സ്ട്രീം ഇപ്പോൾ മോശമില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബൈക്ക് എന്ന് പറയാനുള്ളത് മാവറിക് 440 ആണ്. നല്ലൊരു എഞ്ചിൻ ഔട്ട്പുട്ടും നല്ലൊരു റൈഡിങ് കംഫർട്ടൊക്കെ ഉള്ളൊരു ബൈക്കായിരുന്നു. പക്ഷേ പല റൂമേഴ്സൊക്കെ വരുന്നുണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ടൊരു സ്ക്രാംബ്ലറൊക്കെ ഹീറോ കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെ. ഇത്രയും ബൈക്കാണ് 2025 ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഫ്ലോപ്പ് ബൈക്സ്. ഏതെങ്കിലും ബൈക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും ബൈക്ക് ഇനി നിർത്താൻ പോകുന്നുണ്ടെങ്കിൽ പ്രൊഡിക്ഷനായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.